അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. വിശുദ്ധമായ റമളാനു ശരീഫിന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ, ഏറ്റവും പവിത്രമായ സമയങ്ങളിലൂടെ സെക്കൻഡുകൾ കഴിയുന്തോറും പുണ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ റമളാനു ശരീഫിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 11 മാസക്കാലം സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു നമ്മൾ വിചാരിക്കുന്നതൊക്കെയും നാം ചെയ്ത് ജീവിച്ചു പോന്ന നാം പ്രഭാതം മുതൽ പ്രദോഷം വരെ, സൂര്യോദയം മുതൽ സൂര്യാസ്തമാനം വരെ, സുബഹ് മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച്, വിചാരവികാരങ്ങളൊക്കെ ഉപേക്ഷിച്ച്, റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ച്, ആരെയും കാണിക്കാനല്ല, ആരോടും ഒന്നും പറയാനല്ല, എവിടൊന്നും ഒന്നും നേടാനോ അല്ല, ആരും അറിയാതെ റബ്ബും അവനും തമ്മിൽ, അള്ളാഹുവും അടിമയും തമ്മിലുള്ള വലിയൊരു ബോണ്ടായിട്ടാണ് വിശുദ്ധമായ റമളാനു ശരീഫിലെ നോമ്പ് മുസ്ലിം സമൂഹം നോറ്റുകൊണ്ടേയിരിക്കുന്നത്, ആചരിക്കുന്നത്. എന്തിനാണ് നോമ്പ് നോക്കുന്നത്? എന്തിനാണ് ഇത്രയും സമയം പട്ടിണി കിടക്കുന്നത്? 11 മാസക്കാലം സുഭിക്ഷമായി നമുക്ക് വെള്ളം തന്ന, നമുക്ക് ഭക്ഷണം തന്ന, എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി തന്ന റബ്ബിന്റെ അടുത്ത് 12ാമത്തെ ഒരു മാസം റമളാനാകുമ്പോഴേക്ക് അവന്റെ ഖജനാവ് കാലിയാകുമെന്നത് കൊണ്ടല്ല, അടുത്തൊരു മാസത്തേക്കെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വെക്കാനും അല്ല, റബ്ബ് ഇത് നമുക്ക് തന്നത് എന്തിനാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. എന്താണത്? വിശുദ്ധ ഖുർആൻ നമ്മോട് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമുണ്ടായിരുന്നു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. എന്തിനാണ് നോമ്പ് നിർബന്ധമായത്? അത് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ആ തഖ്വ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. മുത്തനബി ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട്, നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് തഖ്വ വരേണ്ടത്. അത് കുറെ വേഷഭൂഷാദികളിലല്ല, കുറെ കാട്ടിക്കൂട്ടലുകളിലുമല്ല, ആൾക്കാർ കാണാൻ വേണ്ടി കുറെ എന്തൊക്കെ ചെയ്തു എന്നതിലല്ല. റബ്ബ് കാണും. റബ്ബ് നോക്കുന്നത് ലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കല്ല, നിങ്ങളുടെ രൂപഭംഗിയിലേക്കല്ല. അള്ളാഹു നോക്കുന്നത് ഇലാ കുലൂബിക്കും, നിങ്ങളുടെ കൽബുകളിലേക്കാണ്. ആ കൽബിലാണ് തഖ്വ ഉണ്ടാവേണ്ടത്, റബ്ബിനെ പേടി ഉണ്ടാവേണ്ടത്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ, മദാറു കുല്ലി സആദത്തിൻ. അള്ളാഹുവിനോട് തഖ്വ ഉണ്ടാകുക എന്നുള്ളത്, അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളത്, അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് മദാറു കുല്ലി സആദത്തിൻ, എല്ലാ വിജയത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ അതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തഖ്വയാണ് നമുക്ക് വേണ്ടത്. തഖ്വ കൊണ്ടാണ് എല്ലാവരും വിജയിക്കുന്നത്. സ്വർഗത്തിൽ കടക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട 2 മാർഗങ്ങളിൽ ഒന്ന് തഖ്വല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് തഖ്വ ചെയ്യുക എന്നുള്ളതാണ്. ആ തഖ്വ എങ്ങനെ ഉണ്ടാകും? അത് ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങളോട് നോമ്പ് നോക്കാൻ പറഞ്ഞത്. രാവിലെ മുതൽ രാത്രി വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നിങ്ങളോട് അന്നപാനീയങ്ങളും മറ്റു വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഈ തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ തഖ്വ കൊണ്ട് കിട്ടുന്ന ഉപകാരം എന്താണ്? നമുക്ക് സ്വർഗത്തിൽ കടക്കാം എന്നുള്ളതാണ്. സ്വർഗം നമുക്കായി തുറന്നു വെച്ചിരിക്കുകയാണ്. റമളാനിലെ നോമ്പ് നോക്കുന്നവർക്ക് പ്രത്യേകം ഒരു വാതില് തന്നെ സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കി. റമളാനിലെ നോമ്പ് നോറ്റവർക്ക് വേണ്ടി മാത്രം കടക്കാനുള്ള വാതിലാക്കി അതിനെ മാറ്റിവെച്ചത് നമുക്കറിയാം. ആ തഖ്വ നമുക്കുണ്ടോ? നമ്മൾ നോമ്പ് നോൽക്കുന്നതിലൂടെ തഖ്വ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിന് അള്ളാഹുവിനോട് പേടി വരുന്നുണ്ടോ? ആ പേടി വരുന്നുണ്ടെങ്കിൽ, തഖ്വ നമുക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് കാര്യത്തിലായി എന്ന് നമുക്ക് പറയാം. നമ്മൾ സ്വർഗത്ത് കടക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് തഖ്വല്ലാഹിയാണ്. അള്ളാഹുവിനെ തഖ്വ ചെയ്യുക, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ആ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യം, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള 2ാമത്തെ കാര്യമായി മഹാന്മാർ പറഞ്ഞത് ഹുസ്നുൽ ഖുൽഖ് എന്നാണ്. ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം, സ്വഭാവം ഉണ്ടാവും. നല്ല സ്വഭാവമായിരിക്കണം നമ്മുടേത്. നമ്മൾ കുറേ നോമ്പ് നോക്കുന്നുണ്ട്, നമ്മൾ കുറേ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ കുറേ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വഭാവം വളരെ മോശമാണ്. നമ്മുടെ കുടുംബക്കാരോട്, നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമുക്ക് വേണ്ടപ്പെട്ടവരോട് ആരോടെങ്കിലും നമ്മളെക്കുറിച്ച് ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ്. എന്നാൽ പുറത്തുള്ള ആൾക്കാരോടോ മറ്റുള്ളവരോട് ചോദിച്ചാലോ ഭയങ്കര കാര്യപ്പെട്ട ആളാണ്. അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം അത് തഖ്വയുള്ളതാവണം. അതോടൊപ്പം നല്ല സ്വഭാവത്തിന്റെ ഉടമകളുമാകണം. എങ്കിൽ സ്വർഗത്ത് പോകാൻ നല്ല എളുപ്പമാണ്. എന്താണ് നല്ല സ്വഭാവത്തിന്റെ അടയാളമായി മഹാന്മാര് പറഞ്ഞതെന്നറിയോ? 3 കാര്യങ്ങൾ ഉണ്ടായാൽ അവന് നല്ല സ്വഭാവം ഉണ്ടായി എന്ന് പറയാം.
അവൻ നല്ല സ്വഭാവക്കാരനാണെന്ന് പറയാം, അവൻ ഹുസ്നുൽ ഖുലുഖിന്റെ ഉടമസ്ഥനാണെന്ന് പറയാം. ഏതാണ് 3 കാര്യം? വിശദമായൊന്നും പറയുന്നില്ല, ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? തഅഫു അമ്മൻ ളലമക്. നിന്നെ ആക്രമിച്ചവനെ, നിന്നെ ദ്രോഹിച്ചവനെ, നിന്നെ വിഷമിപ്പിച്ചവരോട് നല്ല ക്ഷമ കാണിക്കുക, മാപ്പ് കൊടുക്കുക. അങ്ങനെ മാപ്പ് കൊടുത്താൽ നിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നല്ല സ്വഭാവത്തിന്റെ ഉടമകൾക്കേ മാപ്പ് കൊടുക്കാൻ കഴിയൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് ദ്രോഹിച്ചത്, എത്രയാണ് ബുദ്ധിമുട്ടിച്ചത്, എന്നിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന് മൊത്തം മാപ്പ് കൊടുത്ത ചരിത്രം നമുക്കൊക്കെ അറിയുന്നതല്ലേ. അതുകൊണ്ട് നമ്മെ ആര് ദ്രോഹിച്ചാലും അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കാൻ പാടില്ല. അവരങ്ങനെ ചെയ്തുകൊണ്ടല്ലേ എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. അവരങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഏറ്റവും ഭംഗിയായി പുറത്തു കൊടുക്കാൻ കഴിയണം. നമ്മൾ ഏറ്റവും ഭംഗിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ മാർഗത്തിലൂടെ നമ്മുടെ കൽബ്, നമ്മുടെ ഹൃദയം അത് കഠിനമാവാൻ പാടില്ല, അത് കല്ല് പോലെയാവാൻ പാടില്ല, അത് മൃദുലമാവണം. ആ മൃദുലമായ ഹൃദയത്തിലാണ് തഖ്വയുണ്ടാവുക, അവിടെയാണ് നല്ല സ്വഭാവം വരിക. തഅഫു അമ്മൻ ളലമക്. നിന്നെ ആക്രമിച്ചവനെ, നിന്നെ ദ്രോഹിച്ചവനെ, നിന്നെ വിഷമിപ്പിച്ചവനോട് നല്ല രീതിയിൽ മാപ്പ് കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കാൻ മദീനത്ത് ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് വാതിൽ മുട്ടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് മുത്തുനബിയുടെ വീട്ടിൽ വാതിൽ മുട്ടുമ്പോൾ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോൾ ഉമൈർ ഇബ്നു വഹബാൻ മക്കയിൽ നിന്ന് വരികയാണ്. ഉമൈർ ഇബ്നു വഹബ് ഫുള്ള് ദേഷ്യം പിടിച്ച് വാളൊക്കെ എടുത്ത് ഇങ്ങനെ വരാൻ. എന്തിനാണ് ഉമൈറെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഉമൈറിനെ വീട്ടിലേക്ക് അടക്കാൻ വിടാതെ, മുത്തുനബിയുടെ അടുത്തേക്ക് എത്താൻ വിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മുത്തുനബി ചോദിച്ചു, ആരാണോ ഉമറേ അത്? ഉമർ പറഞ്ഞു, നബിയെ, ഉമൈർ ഇബ്നു വഹബാൻ. എന്നാ ഇങ്ങോട്ട് വിടൂ, ശത്രുക്കളാണ്, മക്കയിൽ വല്ലാതെ ദ്രോഹിക്കുന്നവരാണ്, മക്കയിൽ നിന്ന് വന്നവരാണ്, എന്തെങ്കിലും കുതന്ത്രം ഉണ്ടാവും എന്നറിയാം, വാള് മൂരിപ്പിടിച്ചിട്ടാണ് നിൽപ്പ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമൈർ